ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു അല്ലേ? ഒരു 28 ദിവസത്തെ ചാലഞ്ച് ഉണ്ടായിരുന്നു. ചാലഞ്ചിൽ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് നമ്മൾ സന്തോഷമായിരിക്കുക, എങ്ങനെ പൈസയുമായി ബന്ധപ്പെട്ട് പൈസ സമ്പാദിക്കാം, എങ്ങനെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താം, എങ്ങനെ മാജിക്കൽ ചെക്ക് എഴുതാം, എങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്സ് നന്നാക്കാം, എങ്ങനെ നമുക്ക് പിണങ്ങിയിരിക്കുന്ന ആൾക്കാരുമായി നന്നായി പോവാം, നമ്മളോട് സങ്കടം പറയുന്ന ആളെ എങ്ങനെ സന്തോഷമാക്കാം, എങ്ങനെ നന്നായി പഠിക്കാം, എങ്ങനെ കോൺസെൻട്രേഷൻ കൂട്ടാം, എങ്ങനെ നമ്മുടെ ഹെൽത്ത് കൂട്ടാം, എങ്ങനെ നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെ ആയിരിക്കണം, അങ്ങനെ നമ്മുടെ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം നമ്മുടെ ചാലഞ്ചിൻ്റെ 28ാമത്തെ ലാസ്റ്റ് ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിന് ശേഷം ഈ ചാലഞ്ച് നമ്മൾ അടുത്ത 90 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ചിട്ടയോടുകൂടി ചെയ്താൽ മാത്രമേ അതൊരു ഹാബിറ്റായിട്ട് നമുക്ക് മാറുകയുള്ളൂ, അതിൻ്റെ ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒരു ബ്ലോക്ക് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റിമെമ്പർ ദ മാജിക് എന്നാണ്. നമ്മൾ ചെയ്യേണ്ടത് തലേ ദിവസത്തെ നമുക്ക് നടന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, തലേ ദിവസം നമ്മൾ കഴിച്ച നല്ല ഫുഡ്, നമ്മൾ പരിചയപ്പെട്ട ആൾക്കാർ, നമുക്ക് കിട്ടിയ ഒരു പഴയ ഫ്രണ്ടുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത്, നമുക്ക് ഉറങ്ങാൻ കിട്ടിയ ബെഡ്, കാര്യങ്ങൾ, അങ്ങനെ തലേ ദിവസം നടന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് അതെല്ലാം ഓർത്തെടുത്ത് നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ആ ഓർത്തെടുത്ത് അതൊരു 10 എഴുതുക. ആരൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ഉള്ള കാര്യത്തിന് ആരൊക്കെ നന്ദി പറയുന്നു, അവരുടെ ലൈഫ് കൂടുതൽ കൂടുതൽ നിറവുള്ളതാകും, കൂടുതൽ അബണ്ടൻ്റായിട്ട് മാറും. അപ്പം നമ്മൾ രാവിലെ എണീച്ച് അത് എഴുതുക. പിന്നെ രാവിലെ എണീറ്റതും ന്യൂസ് പേപ്പർ വായന ഒഴിവാക്കുക. അത് കുറച്ച് നേരം കഴിഞ്ഞ് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു രാവിലത്തെ ആ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് ചെയ്യുക. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിമെമ്പർ ദ മാജിക് ആണ്. തലേ ദിവസം നടന്ന മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതുക. താങ്ക് യു സോ മച്ച്.